ട്യൂബൊക്കെ വെച്ചിട്ട് വെട്ടത്തി കൊണ്ട് പൊട്ടിച്ചിട്ട് യു 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 എന്ന് എഴുതിയ ട്യൂബ് പൊട്ടിച്ച് ഉദ്ഘാടനം. സ്പെഷ്യൽ ഗസ്റ്റ് പാവങ്ങളുടെ ജുമാനാക്കാൻ എന്നാണ് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീ അൻഷിഫ് മൂനിക്കലിന്റെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം പാവങ്ങളുടെ ജുമാനാക്കാൻ ശ്രീ റാഷിദ CP നിർവഹിക്കുകയാണ്. രണ്ടാമത് കല്യാണം കഴിക്കുക എന്നുള്ളത് ശരിക്കും അതിന്റെ ഒരു ടൂളാണ്. അതായത് ഇവളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ അപ്പൊ ഞാൻ ബഷീറിന്റെ ബ്ലോഗൊക്കെ ഇടും, അത് TV-ലൊക്കെ ഇടും. ഓ എന്തൊരു സുന്ദരമായ ജീവിതം. എന്താ തിരിച്ചു പറഞ്ഞു അങ്ങനെ പോകണമെങ്കിൽ പോട്ടെ. ഞാൻ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഈ കല്യാണാലോചന വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം എന്ത്, ഒരു എത്തിയും കുട്ടീനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. പക്ഷെ നല്ലൊരു പെൺകുട്ടി വന്നാല് പിന്നെ ഇനിയിപ്പോ അവരെ ഉപ്പ ഉണ്ടായിരുന്നിട്ട് അവരെ കൊല്ലാനൊന്നും ഞാൻ റെഡിയല്ല. ഭൗതിക ലോകം എന്ന് പറഞ്ഞ സംഭവം എനിക്കില്ല. എനിക്ക് ഫുള്ള് പിന്നെ ഞാൻ തന്നെ അവസാനല്ലേ, ഞാൻ തന്നെ നബി എന്നൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ തന്നെയാണ് നബി, ഞാൻ മലക്കാണ്, ജിന്നാണ്. അതായത് ഇത് ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ സംഭവം അല്ല പറയുന്നത്. ചില ആൾക്കാർ പറയും പടച്ചോനെ പേടിക്കണം, പടച്ചോനെ പേടിക്കണം. പടച്ചോനെ എന്തിനാ പേടിക്കണത്? പടച്ചോനെ അതൊക്കെ ഇരിക്കാടൻ ജോസ. എനിക്കൊരു അംഗീകാരം കിട്ടാത്ത സമയമായി കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഒരു അപസ്മാരം ഇളക്കി പോലെയൊക്കെ അഭിനയിച്ചിട്ട് കുറുമ്പന്മാരാണോ ഇക്കവര്? ഞാൻ വിചാരിച്ചത് ഞാനൊക്കെ ഏറ്റവും വലിയ അലമ്പ് ഞാനാവും. പക്ഷെ എനിക്ക് വരെ ഒരു ബഹുമാനം തോന്നുന്ന അലമ്പാണ് വരുന്നത്. അപ്പൊ ദേഷ്യപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? മ്യൂട്ട് ചെയ്യേണ്ടി വരും. അതായത് ഇവള് വന്നതിന് ശേഷം മാത്രമാണ് എന്റെ ലൈഫ് ഒന്ന് ഒരു യൂട്ടേൺ അടിച്ചത്. എല്ലാ ഭർത്താക്കന്മാരുടെയും വിജയത്തിന് പിന്നിലൊരു സ്ത്രീ. അതെ, ഞാൻ ഭാവിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഇവൾ തന്നെ ആയിരിക്കും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് യൂട്യൂബിൽ നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടൊരു ക്യൂട്ട് കപ്പിളാണ്. അൻഷിഫയ്ക്കയും കുഞ്ഞോളുമാണ്. വെൽക്കം. നമ്മുടെ ക്യൂട്ട് 3 ബേബീസും എത്തിയിട്ടുണ്ട്. ഇവരുടെ പേരാണ് എനിക്ക് എപ്പോഴും കൺഫ്യൂസ് ആയി പോകുന്നത്. ഞാൻ പറയാം, ഇബ്രു, ജിബ്രു, അബ്രു. കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നോ അൻഷിഫിക? അപ്പൊ പുതിയ വിശേഷം കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, എന്താണെന്നൊക്കെ അതെ കമ്മിങ് സൂൺ ആണ് അല്ലേ? കമ്മിങ് സൂൺ ആണ്. 7 മാസം ഗർഭിണിയായ എങ്ങനെയാണ് നമ്മള് പറയല്? എങ്ങനെ തോന്നുന്നു? 7 കുട്ടികളാണ് നമ്മളെ പ്ലാന്. വെറും 7 കുട്ടികൾക്ക് അംഗനവാടി കിട്ടൂലല്ലോ. നമ്മള് വീട്ടിൽ തന്നെ ഒരു അംഗനവാടി സെറ്റ് ചെയ്യും 7 പേർക്ക് വേണ്ടിട്ടല്ലേ? മോം കെയറും അതേപോലെ സ്വന്തമായിട്ടൊരു. അതുപോലെ തന്നെ ഇപ്പം 7 മാസം എത്തിയിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അത് ട്രെൻഡിങ്ങിലും ആയിരുന്നു. ഒരു സർപ്രൈസ് കൊടുത്തു. ഭയങ്കര ഒരു ഗംഭീര സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞെട്ടിച്ച്. എങ്ങനെ ആയിരുന്നു ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷമായി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സർപ്രൈസ് ആണ് ഇത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ചോദിക്കുവാണെങ്കിൽ അങ്ങനെ പറയണം. നമ്മൾ ജസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താണ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഓൾറെഡി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ഒരു സംഭവം തരുന്നുണ്ട് എന്നൊക്കെ അവർക്ക് അറിയാം. അതേപോലെ നമ്മള് വീഡിയോ എടുക്കും, അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരുന്നോളൂ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പം അൻഷിഫിക്കയുടെ ഈ ചാനൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാം വീട്ടിൽ നിന്നുള്ള കണ്ടന്റുകളാണ്. കാരണം അപ്പൊ തോന്നുന്ന എന്താണോ ആ കണ്ടന്റുകളാണ് കൂടുതലായിട്ടും ഇടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം. ഈ യൂട്യൂബ് ചാനലിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിന്റെ ആ ഒരു സംഭവം അല്ലേ, നമ്മൾ കൂടുതൽ അങ്ങനത്തെ ബ്ലോഗായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു കണ്ടന്റ് ആക്കിയിട്ട് നമ്മളും ഒരു വീഡിയോ ചെയ്യാന്നുള്ള നിലക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണല്ലേ. പക്ഷെ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച്, ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റില് നമ്മളെ വീഡിയോസിന് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ഇട്ടത് തന്നെ നമുക്ക് ഭയങ്കര ഏകദേശം 50K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ കേറിയിട്ടുണ്ട് യൂട്യൂബില്. അത് ഇനാഗുറേഷൻ ആയിരുന്നു. അത് യൂട്യൂബ് ചാനലിന്റെ ഭയങ്കര സംഭവമായ ഒരു വീഡിയോ ആയിരുന്നു. ഒരു ട്യൂബൊക്കെ വെച്ചിട്ട് വെട്ടത്തി കൊണ്ട് പൊട്ടിച്ചിട്ട് യു 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 എന്ന് എഴുതിയ ട്യൂബ് പൊട്ടിച്ച് ഉദ്ഘാടനം. അങ്ങനെ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ? യൂട്യൂബ് ചാനലിൽ വന്നൊരു യൂട്യൂബ് ചാനൽ ഇനോഗ്രേറ്റ് ചെയ്ത ആളാണ്. ചാനലിന്റെ ഇനാഗ്രേഷൻ. സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീ റാഷിദ. അന്ന് പാവങ്ങളുടെ ജുമാനാക്കാൻ എന്നാണ് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും കുഞ്ഞോളിലേക്ക് വന്നത്? കുഞ്ഞോളെ ഞാനിപ്പോ കുഞ്ഞോളെന്നാണ് ഇൻട്രൊഡക്ഷനിലും പറഞ്ഞത്. കുഞ്ഞോളാണ് ശരിക്കും പേര്. നമ്മളിങ്ങനെ റീൽസ് ഒക്കെ എടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ കളിയാക്കാനായിട്ട് ഇങ്ങനെ പറയൂ പാവങ്ങളുടെ ജുമാനാക്കാൻ.
ആ സമയത്ത് നമ്മളെ അജ്മൽ ഖാന്റെ ജുമാന ഖാനൊക്കെ നല്ല ഫെമിലിയർ ആയി നിക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ഒരു രണ്ടാളാ കപ്പിളായിങ്ങാണ്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെ വിളിച്ച് പാവങ്ങളുടെ ജുമാനാക്കാൻ ഒരു പൈസക്കാരെ ജുമാനാക്കാനല്ലേ നമ്മള് പാവങ്ങളുടെ ജുമാന. അതായത് ഇവള് വന്നതിന് ശേഷം മാത്രമാണ് എന്റെ ലൈഫ് ഒന്ന് ഒരു യൂ ടേൺ അടിച്ചത്, ഒരു തിരിച്ചില്. സംഗതി നമ്മൾ ജീവിച്ചു പോകുന്ന ആ ഒരു ലൈഫ് സ്റ്റൈല് ആകെ ചേഞ്ച് ചെയ്തത് മാറ്റിയത് ഇവളും വന്നതിന് ശേഷമാണ്. ഒന്നാമത് എൻ്റെ ലൈഫ് മാറിയത് ഈ 3 കുട്ടികളാണ്. നമ്മളാ ഒരു ഡെയിലി ഉള്ള സംഭവങ്ങൾ മൊത്തത്തിൽ ചേഞ്ച് ആവും. അത് ഇവള് വന്നതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ആയതും ഇവളൊരൊറ്റക്കാരനാണ്. അതായത് ഇവള് വരുന്ന സമയത്ത്, ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇവളെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ വീടിന്റെ പിന്നിലും അല്ലെങ്കിൽ ഞാനെന്ന ചരിത്രത്തിന് അതെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അതെ അതെ, വിജയത്തിന്റെ എന്നുള്ളതല്ല, പരാജയം ആയാലും അതിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്നതാണ്. ഇന്ത്യത് വിജയമായാലും പരാജയമായാലും അല്ലേ, ഇനി ഞാൻ ഭാവിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ വിളന്നെ ആയിരിക്കും. അതാണ് അതിന്റെ ഒരു ശൈലി അല്ലേ. വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഓള്. ഇനി എല്ലാത്തിനും നീ തന്നെയാണ് കാരണം. അല്ല, ഇതിനിടയ്ക്കില്ലേ ഒരു വീഡിയോയിൽ ഇക്ക പറയുന്നുണ്ടായിരുന്നു, ഞാൻ രണ്ടാമത് ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് എന്തോ പോവാണ്, അപ്പൊ ആ കല്യാണം ഒരു 2ാം കല്യാണമാണ്, നിന്നെ എന്താണ് ഇന്ന് കൊണ്ടുപോകുന്നുണ്ട്, ഭാവിയിൽ എനിക്കൊന്ന് 2ാമത് കല്യാണം കഴിക്കണമെങ്കിലോ. അത് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുക എന്നുള്ളത് ശരിക്കും അതിന്റെ ഒരു ടൂളാണ്. അതായത് ഇവളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ അപ്പൊ ഞാൻ ബഷീറിന്റെ വ്ളോഗൊക്കെ ഇട്ടിടും. അത് ടിവിയിലൊക്കെ ഇടും, ഡൈനിങ് ഹാളിലൊക്കെ വ്ളോഗ് ഇട്ടിട്ട് എന്തൊരു സുന്ദരമായ ജീവിതം. അപ്പൊ വെറുതെ എന്ത് ചെയ്യും, ആ ഒരു ഭയങ്കര ആ ഒരു കള്ളിയാങ്കട്ട് നീലി എന്നുള്ളത് വന്ന് പതുക്കെ പതുക്കെ മണിച്ചിത്രത്തായുള്ള ശോഭനമൊക്കെ എത്തി പിന്നെ കുറഞ്ഞു വരും. അതായത് ഞാൻ 2ാമത് കെട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഒരു ചെറിയൊരു പേടി. എന്താ ഇപ്പൊ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ആ വീഡിയോയിലൊക്കെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു, എന്താ തിരിച്ചു പറഞ്ഞു? അങ്ങനെ പോകണമെങ്കിൽ പോട്ടെ, ഞാൻ കൂടെ ഉണ്ടാവില്ലെന്ന് അവളെപ്പോഴും പറയും, നിങ്ങൾ വേണമെങ്കിൽ കെട്ടിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ വേറെ പോകും. ഞാൻ എന്തായാലും അതായത് 2 പെണ്ണുങ്ങളുമായിട്ട് വേണ്ട, കല്യാണം കഴിക്കുക 1 പെണ്ണ് മതി. അതിന് ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ മാറി നിൽക്കും. അതായത് ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. അതാണ് എനിക്ക് വളരെ ഇഷ്ടം. നല്ലൊരു മനസ്സാണ് അല്ലേ, വിശാല ഹൃദയിനിയാണ്. ഹൃദയിനി തന്നെയല്ലേ പറയാ. അതുപോലെ ഇത്തന്നെ എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്, അല്ല എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു മാരേജ്? അറിയാൻ വേണ്ടിട്ടൊരു അതൊക്കെ ഭയങ്കര കഥയാണ്. ഇത് എത്ര മണിക്കൂർ ഉണ്ടാവും ഇന്റർവ്യൂ? ആ കഥ തന്നെ പറയണമെങ്കിൽ എനിക്കൊരു ദിവസം വേണമെങ്കിൽ. അത്രമാത്രം ഇഷ്ടപ്പെട്ടു, അത്രമാത്രം. ദുബായിൽ ആ തെരുവോരങ്ങളിൽ അന്തം വിട്ട് നടക്കുന്ന ഒരു യുവാവ്. അതായത് ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ദുബായിലായിരുന്നു, ഇവളെ കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ്. വീട്ടുകാർ എന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചാല്, അപ്പൊ ദുബായിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വീട്ടുകാരോട് ഈ കല്യാണാലോചന വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ത്, ഒരു എത്തിയും കുട്ടീനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അതായത് ഒരു ബാപ്പ ഉമ്മ മരിച്ച കുട്ടീനെ അപ്പൊ പിന്നെ എന്താ നമ്മളെ കുടുംബത്തിലല്ലേ ഒരാൾ ഇവിടെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഈ കുട്ടീനെ പറ്റിയോന്ന് ചോദിച്ചു. അപ്പോ എന്താ ബാപ്പ മരിച്ച കുട്ടിയാണ്, എന്താ ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ഒരു എത്തിക്കുട്ടിനെ കെട്ടുക എന്നുള്ളതിന്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ നല്ലൊരു പെൺകുട്ടി വന്നാല് പിന്നെ ഇനിയിപ്പോ അവരെ ഉപ്പയമ്മ ഉണ്ടായിരുന്നിട്ട് അവരെ കൊല്ലാനൊന്നും ഞാൻ റെഡിയല്ല, ഞാൻ അവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറ്, അങ്ങനത്തെ ഒരു മൈൻഡ്. അപ്പോ അങ്ങനെ ഇവളെ ഫോട്ടോ അയച്ചെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട്, അതായത് നമുക്കൊരു ഇഷ്ടം തോന്നി ഇവളോട് ആ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോ. അപ്പൊ ഞാൻ നേരിട്ട് പിന്നെ കാണാനൊന്നും മുതിർന്നില്ല. ഞാൻ എന്ത് ചെയ്തു, വീട്ടുകാരോട് മോതിരട്ട് കൊടുത്തോ, ഓക്കെയാണ്, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇവക്കും തന്നെ എന്റെ ഫോട്ടോ കണ്ടപ്പോ പിന്നെ ഇന്നെ തന്നെ മതി, അങ്ങനത്തെ ഒരു ഇതായി. ഒരു ലഹരി അയക്കെ ഞാൻ എന്നെ വേണമെന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ അങ്ങനെ ഇവള് വാശി പിടിച്ചു. ഒരാള് ദുബായിലും ഒരാള് നാട്ടിലും. ഇവള് നാട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവള് കാട്. അതായത് ഒരേ നാടിനെ പറ്റി പറയില്ല. ഇവളെന്ത് ചെയ്തു, ഇവളത് കഴിഞ്ഞ ഇവളെ വീട് കഴിഞ്ഞ പിന്നെ തമിഴ്നാടാണ് അല്ലേ. അപ്പൊ ഞാൻ ദുബായിൽ നിന്ന് പിന്നെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ പെണ്ണ് കാണൽ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ കോളിലൂടെയാണ് അല്ലേ. ഇല്ല, നമ്മള് ഫോട്ടോ തന്നെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് വീഡിയോ കോൾ ചെയ്തിരിക്കണ ഒരു ഒറ്റ. പിന്നെ നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോണൊക്കെ തന്ന്
പിന്നെ അങ്ങനെ കോളിങ്ങും കാര്യങ്ങളൊക്കെ ആയി സെറ്റ് ആയി. അപ്പൊ കണ്ടു ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ദുബായിലേക്ക് വരാൻ നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഞാൻ അവിടുന്ന് ഒരു പെട്ടെന്ന് ഒരു മരണമൊക്കെ കണ്ട് ഞാൻ ഷോക്കായി. എന്റെ ഒപ്പമുള്ള ഒരാള് പെട്ടെന്ന് മരണപ്പെട്ട്. ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കുന്ന സമയത്ത് അയാൾ ബാക്കിൽ മറിഞ്ഞു. അപ്പൊ സൈലന്റ് അറ്റാക്ക് ആണ്. പക്ഷെ എനിക്ക് പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഭയങ്കര ഇമോഷണലി ഡിപ്രഷൻ മോഡിലേക്ക് പോയി. അതായത് എനിക്ക് ആ മരണം ഞാൻ കണ്ടല്ലോ, ഇയാളുടെ മരണം ഞാൻ നേരിട്ട് കണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് ഭയം കൂടി, ഞാൻ മരിക്കുമല്ലോ നാളെ എന്നുള്ള ഒരു സംഭവം വന്ന് പിന്നെ ഇത് അധികരിച്ച് പിന്നെ നമ്മളെ ലൈഫ് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു നോർമൽ മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്നുള്ള സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരിക്കലും ഒരു തെറ്റ് പറ്റാത്ത മനുഷ്യൻ. ശരിക്കും മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റും, അപ്പോഴേ ഇത് പ്രായശ്ചിത്തത്തിനൊക്കെ വാല്യൂ ഉള്ളൂ, പൊറുക്കപ്പെടലിന് വാല്യൂ ഉള്ളൂ. ഞാൻ ഒരിക്കലും തെറ്റ് പറ്റാത്ത മനുഷ്യനാവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ മാറി തുടങ്ങി. അപ്പൊ ആ സമയത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പക്ഷെ ഇവരെ വീട്ടുകാർക്ക് അറിയൂല എങ്ങനെ പിന്നീടുള്ള കോളിലൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, പിന്നെ കോളിംഗ് ഒന്നും ഇല്ല. പിന്നെ അത് ഹറാമാണ് ഞങ്ങള് ഒന്നും കഴിഞ്ഞില്ലേന്നല്ലോ. ഞങ്ങളതില് നിക്കാതെ കഴിഞ്ഞ ഉണ്ടായ കാര്യം എങ്ങനെയാണ്? പിന്നെ നാട്ടിക്ക് വന്നതിന് ശേഷം ഞാൻ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞേ എന്താ ഇനി ഞാൻ വിളിക്കൂല, നമ്മളെ നിക്കാതെ കഴിഞ്ഞിട്ടേ ഞാൻ വിളിക്കുള്ളൂ. ഓക്കെ എന്ന് പറഞ്ഞേ. പിന്നെ എന്റെ വീട്ടുകാരോടും വിളിച്ച് പറഞ്ഞേ എന്താ ഇനി ഞാൻ ഓക്ക് കോൾ ചെയ്യൂല, അങ്ങനെയൊക്കെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ കാക്കൂന്റെ അമ്മയും ഇപ്പയും പിന്നെ വിളിച്ച് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. ഓർക്കും അല്ലാതെ കത്തിയിട്ടില്ല അല്ലെ വീട്ടുകാർക്കും. അതായത് വീട്ടുകാരൊക്കെ ഇപ്പൊ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസും എന്താ വിചാരിക്കുക, നല്ലതല്ലേ, മതപരമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുക പറയുന്നത് നല്ലതല്ലേ. അത് ഈ ഒരു സംഭവം നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ചില ആൾക്കാർ പറയും പടച്ചോനെ പേടിക്കണം. പടച്ചോൻ എന്തിനാ പേടിക്കണത്? പടച്ചോൻ അതൊക്കെ ഇരിക്കാടൻ ജോസ അല്ല, പടച്ചോൻ പരമ കാരുണ്യവാനും കരുണാനിധിയുമാണ്. മനസ്സിലായോ? അപ്പൊ ആ കരുണാനിധി എന്നുള്ള ആ ഒരു ഇതില് നമ്മൾ പടച്ചോനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സംഭവത്തില് അതിനുകൊണ്ടാണ് നമ്മളെ മതത്തിൽ ഇപ്പോ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പരമകാരുണ്യവനും കരുണാനിധിയുമായ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഫസ്റ്റിൽ തന്നെ അത് തുടങ്ങുന്നത് അതുകൊണ്ടാണ്. അതായത് കാരുണ്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അള്ളാഹുവിനെ അങ്ങനെയാണ് കാണേണ്ടത്. അല്ലാതെ പേടിപ്പിച്ചിട്ട് പഠിച്ച, കാരണം ഞാൻ പേടിച്ച ഒരാളാണ്. പേടിച്ച് അതായത് പടപ്പ് ഭൗതിക ലോകം എന്ന് പറഞ്ഞ സംഭവം എനിക്കില്ല. എനിക്ക് ഫുള്ള് പിന്നെ ഞാൻ തന്നെ അവസാനല്ലേ, ഞാൻ തന്നെ നബി എന്നൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ തന്നെയാണ് നബി, അതേപോലെ ഞാൻ മലക്കാണ്, ജിന്നാണ്, ലാസ്റ്റ് ഞാൻ പടച്ചോനാണെന്ന് വരെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനത്തെ ഒരു അതായത് ഇത് ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇത് ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യന്റെ സംഭവം അല്ല പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ ഇതേപോലെ ഈ സംഭവം എനിക്ക് വന്നിട്ട് കുറെ ആളുകൾ എന്നോട് ഞാൻ യൂട്യൂബിൽ വീഡിയോയിൽ പറഞ്ഞപ്പോ കുറെ ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. റിക്കവർ ആയത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോ സ്റ്റോറി ഇതൊക്കെ എഴുതാറുണ്ടായിരുന്നു ഈ ഗ്രൂപ്പില്. അപ്പൊ ഈ ഗ്രൂപ്പിൽ എന്റെ എഴുത്തിലൊക്കെ ഈ ഒരു മതത്തിന്റെ ചൊവ കൂടുതലാവാൻ തുടങ്ങി. അതായത് ഒരു UAE എന്നുള്ള ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട, അതിന് ഏത് മതമായാലും, ഇപ്പൊ UAE എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ പോലും അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് എൻ്റെ എഴുത്തിലൂടെ, അതായത് ഞാൻ എന്നാണ് നബി, അല്ലെങ്കിൽ ഞാൻ മലക്കാണ്, ഞാൻ പുതിയ സന്ദേശം അയക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ഇത് ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇതൊരു സുഖമില്ലാത്ത ഒരാളുടെ സംഭവങ്ങളാണ്, ചിന്താഗതികളാണ്. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയ ഒരാളാണ്. അപ്പൊ ഈ എഴുത്ത് കണ്ടിട്ട് കുറെ ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ ഓണർക്കൊക്കെ വിളിച്ച് ഇവന്റെ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നാട്ടിലയക്കണം എന്നുള്ളത്. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ മരണം കണ്ടു, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഏതൊരു പ്രവാസിയുടെയും പോലെയുള്ള ഒരു ഒറ്റപ്പെടല് ഭയങ്കരമായ, അതായത് എനിക്ക് നാട്ടിൽ ഈ മഴയും തോടും അത് ഫാമിലി ആയിട്ടില്ല, പക്ഷെ നമ്മൾ ആ ഫാമിലി ആ ഒരു ഇമോഷൻ അങ്ങനത്തെ സംഭവം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര. അതായത് നമ്മളിപ്പോ ദുബായിൽ നിൽക്കുമ്പോ തന്നെ നമ്മളെ പഴയ ഓരോ സിനിമകളും ആ മഴയൊക്കെ ഉള്ള ഓരോ പപ്പുവിന്റെ ഒക്കെ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ഫീലിംഗ് ഇങ്ങനെ വരും. നാട്ടിൽ വരാനുള്ള ഒരു ടെൻഡൻസിയും, പിന്നെ നാട്ടിൽ വിളിക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല മഴയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കത്, അതായത് ഭയങ്കരമായിട്ടൊരു നാടിനോടുള്ളൊരു ഇഷ്ടമാണ് എനിക്ക്. അതായത് ഗൾഫിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ, പിന്നെ ഉമ്മാനെ ഭയങ്കര മിസ്സിങ്, ഭയങ്കര നമ്മൾ എല്ലാ ഗൾഫുകാർക്കുള്ള ഒരു പ്രശ്നമാണ് എന്ത്, ഗൾഫിൽ പോയാലും ഉമ്മാനെ കാണാനുള്ളൊരു ആഗ്രഹം. ഫസ്റ്റത്തെ 2 ദിവസമൊക്കെ ഞാൻ കരച്ചിലായിരുന്നു. കാരണം എനിക്ക് വിസ വന്നു അറിഞ്ഞ ഉടനെ ഇപ്പൊ വീട് പൊളിച്ച്, പിന്നെ വീട് കയറ്റാനില്ലാതെ എനിക്ക് മടങ്ങാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് അവിടുന്ന് ഒരു റിക്കവറി
പക്ഷെ എന്നാലും ഉമ്മാനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് കുറെ, കാരണം 18ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ഗൾഫിക്ക് പോയിട്ടുണ്ട്, ദുബായിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പത്തെ കുട്ടികളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗൾഫിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ മുതലാളി എന്ത് ചെയ്ത് ഇതിങ്ങനെ വരെ തുടർച്ചയായിട്ട് ഒരാൾ 2 ആൾ വന്നപ്പോൾ മുതലാളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറെ ആളുകൾ കൂട്ടം കൂടിയൊക്കെ വരാൻ തുടങ്ങി, ഓനെ ശ്രദ്ധിക്കണം, ഓനെ അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്. അതിൽ ഇവരെല്ലാരും കൂടി. പിന്നെ മുതലാളിക്ക് മനസ്സിലായി എന്ത്, ഞാൻ പണിക്കൊന്നും പോണില്ലല്ലോ, പണിക്ക് വരുന്നില്ല, കാരണം വിസ അടിച്ചിട്ടുള്ളത് പിന്നെ വർക്കിന് അവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ വർക്ക് എടുക്കണില്ലേ. പിന്നെ എന്നോട് പറഞ്ഞ് കാക്കുന്റെ കുട്ടി പോയിങ്ങാണ്ട് പോരി പറഞ്ഞ് നാട്ടിലേക്ക് നാട്ടിലേക്ക് വിമാനം. പിന്നെ എനിക്ക് ചെന്ന ഉടനെ തന്നെ നേരെ എന്നെ കൊണ്ടുപോയി. ഇവരെല്ലാരും പാടെ കെട്ടിട്ട്, അതായത് വീട്ടിൽ ചെന്നപ്പോ ഇവർക്ക് മനസ്സിലായിട്ടില്ല. ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ വിചാരം എന്താ വെച്ചാൽ ഇവന് നന്നായിക്കാണല്ലോ. അതായത് എല്ലാ ഫാമിലിന്റെ ആഗ്രഹം എന്താ, മക്കള് നല്ല വഴിക്ക് നേർവഴിക്ക് നല്ല മതപരമായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളുകളാവും. എനിക്ക് തോന്നുന്നു ഇക്കയുടെ കാര്യത്തിലാണ് ഉമ്മ ഒരുപാട് സപ്പോർട്ടീവ്. അതിനുശേഷമാണ് യൂട്യൂബ് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബോണ്ട് കാര്യങ്ങൾ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അമ്മനോട് എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാല് അത് വാക്കിൽ ഞാൻ കാണിക്കാറൊന്നുമില്ല, പക്ഷെ ഉമ്മ ഇല്ലാത്തൊരു സമയം വരുമ്പോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. ഉമ്മാനെ കാണാൻ പൂതിയാവലും അങ്ങനത്തെ ഒരു സംഭവമാണ്. കുറുമ്പന്മാരാണോ ഇക്ക ഇവര്? നമ്മൾ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കാണാറുണ്ട്. എങ്ങനെയുണ്ട് ഇബ്രുവും ജിബ്രുവും അബ്രുവും? ഞാൻ വിചാരിച്ചത് ഞാനൊക്കെ ഏറ്റവും വലിയ അലമ്പ് ഞാനാവും, പക്ഷെ എനിക്ക് വരെ ഒരു ബഹുമാനം തോന്നുന്ന അലമ്പാണ് വരുന്നത്. ഇതൊക്കെ ഈ കിടക്കുന്ന സാധനമൊക്കെ എടാ എണീറ്റിരുന്ന അലമ്പിന്റെ കാര്യത്തിൽ ഒരു മെഡൽ കിട്ടുകയാണെങ്കിൽ ഇവനൊക്കെ വലിയ കാളകൂട്ടിനൊക്കെ കൊടുക്കുന്ന ട്രോഫി കൊടുക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് ഇക്ക ഉണ്ടാക്കിയ ബഹളത്തിനൊക്കെയുള്ള ദൈവം സൈലന്റ് ക്യാരക്ടർ സൈലന്റ് ആയിരുന്നു. ഞാൻ ചെറുപ്പത്തില് ഇതേപോലെ ഒരു കുളത്തിൽ ചാടി പേടിച്ചതിന് ശേഷം പിന്നെ ഭയങ്കര സൈലന്റ് എന്താണ് ആ കഥ? പറയണം ചെറുതായിട്ട്. ആ പറയാ ഇവര് പറയാ. ഞാൻ നാട്ടിലെത്തിയല്ലോ. നാട്ടിലെത്തിയ ഉടനെ എന്ത് ചെയ്തു, ഞാൻ സുഖമില്ലാതെ വരികയല്ലേ, ഞാൻ ഭ്രാന്തനാണ് സത്യം പറഞ്ഞാല്. അങ്ങനത്തെ ഒരു അവസ്ഥയില് വരികയാണ്. അക്ഷമ ഉണ്ടാക്കല്. ഞാൻ കഥ പറയാം. BGM ഇടണം കേട്ടോ ഇതിന്. നമ്മുടെ പവർഫുൾ BGM ഒക്കെ കൊടുക്കുന്നതാണ്. ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ കയറി ഇങ്ങനെ ചെല്ലുമ്പോ വീട്ടുകാരെ വിചാരം എന്താണ്, ചെക്കൻ നന്നായതാണല്ലോ, നിസ്കാരം ഉണ്ട്, ഖുർആനൊക്കെ എടുത്ത് ഓതും, നല്ല ചെക്കം. ഇങ്ങനത്തെ ഒരു ചെക്കന് വേണ്ടിട്ട് ഇവര് പോയപ്പോ ഫുള്ള് മുടിയൊക്കെ ഇങ്ങനെ ആക്കി ഫുള്ള് സ്ട്രൈക്ക് ഒക്കെ ചെയ്ത് പോയി. 2 പ്രാവശ്യം ലീവിന് വന്നപ്പോഴും ഇതേപോലെ ഫ്രീക്കായിട്ട് വന്ന ഒരാള് പിന്നെ ആ നാട്ടിൽ വരുമ്പോ ഫുള്ള് മൊട്ട അടിച്ച് ഫുള്ള് നെരിയാണിക്ക് മുകളിലൊക്കെ പാന്റൊക്കെ ആക്കി ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് താടി മാത്രം വെച്ച്, അതായത് എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്ന്. അപ്പൊ ഇവര് വിചാരിച്ചു നല്ല ചെക്കൻ കേട്ടോ, അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ കയറി. അപ്പൊ ഇവര് പെങ്ങന്മാരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരൊക്കെ പൊട്ടിച്ച് ഉള്ളിലേക്ക് പോയിരിക്കാറുണ്ട്. അപ്പൊ എനിക്ക് വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പറ്റൂല, പെണ്ണുങ്ങള് വീടിന്റെ ഉള്ളിൽ ഇരിക്കണം. അങ്ങനത്തെ ഒരു മൈൻഡായി എനിക്ക്. അതായത് എന്റെ ആ സുഖമില്ലാത്ത അവസ്ഥയാണ്. സ്ത്രീകൾ പുറത്ത് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എന്റെ നേരെ താഴെയുള്ള അല്ലേ അൻഷിതാനൊക്കെ എന്റെ നേരെ താഴെയുള്ള എന്റെ സിസ്റ്ററിനൊക്കെ ഞാൻ എന്ത് ചെയ്ത് ഒരു ചവിട്ടൊക്കെ കൊടുത്തിട്ട് ഓള് ഇതേപോലെ ഒരു കല്ലുമ്മലൊക്കെ തട്ടി വീണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ചെറുക്കന് കിളി പോയിക്കണെന്നില്ലേ. ഇവർക്ക് മനസ്സിലായി ഇത് മഞ്ഞപ്പൊടിമ നിൽക്കൂല. അതിലെന്ത് ചെയ്ത് ഇവരെല്ലാരും പാടെ കൂടിയിട്ട് അൻഷുക്കുട്ടാറിന് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ കെട്ടിയിടല, എന്നിട്ട് എല്ലാരും പാടെ പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോയി. ഇപ്പൊ ഭയങ്കര കോമഡി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഉമ്മ അപ്പൊ അവിടെ ഇല്ല. അതായത് ഉമ്മാനെ ഞാൻ അപ്പൊ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രത്തോളം എന്താവൂല, വയലന്റ് ആവൂല. ഞാൻ അതായത് ആ സമയത്ത് ഉമ്മ ഉമ്രക്ക് പോവാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന് വേണ്ടിട്ട് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ് ആയിരുന്നു. ഉമ്മ അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് ഇത്തരടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന സമയത്ത് വീട്ടുകാർ പോലും പറയുന്നു സുഖമില്ലാത്തൊരു കുട്ടി, അല്ലെങ്കിൽ അങ്ങനെ അവര് പോലും പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്തേനെ ഇത് കല്യാണത്തിലേക്ക് പോകണോ, അങ്ങനെ ഒരു ഡിസിഷൻ എന്താണല്ലോ ഒരു പെൺകുട്ടി എന്നൊക്കെ വരുമല്ലോ, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. എന്റെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരുന്നു. അപ്പൊ കണ്ടപ്പോ പിന്നെ എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ എന്റെ ചോയ്സ് ആണ്, എനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. നമ്മളത് എൻഗേജ്മെന്റ് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, നിക്കാവൊന്നും കഴിഞ്ഞു സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം, എന്തും ആകാമെന്ന്. രോഗം ആർക്കും വരാം. അപ്പൊ ചിലപ്പോ എനിക്കാക്കാരം, അത് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്കാക്കാരം വരുന്നത്. അപ്പൊ വരാൻ ആർക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് ഇതില് പറഞ്ഞങ്ങാണ്ട്
അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണ് പിന്നീട് നിക്കാഹ്. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ഇതിനൊക്കെ ശേഷം കല്യാണത്തിനൊക്കെ ശേഷമാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പം ഇക്ക ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എന്തായിരുന്നു ഇത്ത പറഞ്ഞിരുന്നത് ആ ഒരു ടൈമില്? ഞാൻ എന്ത് പറഞ്ഞാലും ഓള് എന്ത് ചെയ്യൂല, അതിനൊരു റിജക്ഷനിലേക്ക്. കാരണം എന്റെ സ്വഭാവം ഏത് എല്ലാത്തിനും സമയവും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതിന്റെ സ്വഭാവം ഞാൻ ഈ പ്രശ്നത്തിന് ശേഷം പിന്നെ എനിക്ക് കുറച്ചു കാലം അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു, മരുന്നും കാര്യങ്ങളൊക്കെ. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇതേപോലെ ഈ ഇതിന്റെ എന്താണ് മെന്റലി ഉള്ള പ്രശ്നങ്ങൾ ആ മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഒരാഴ്ചത്തോളം ട്രീറ്റ്മെന്റ് കാക്കൂന് തീരെ ഉറക്കില്ലായിരുന്നു. അപ്പൊ ഒരു മരുന്ന് എടുത്തുകൊണ്ട് ഉറക്കി കിടത്തേക്കായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ അതായത് ഉറക്കിൽ നിന്ന് എണീറ്റത്. കാരണം ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 3 ദിവസം കണ്ടിന്യൂസ് ഉറങ്ങിയിട്ടാണ് എനിക്ക് കുറച്ച് നോർമൽ ആയത്. അത്രക്കും വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. വീട്ടിൽ ഇതിന് ശേഷം കല്യാണത്തിന് ശേഷം എപ്പോഴെങ്കിലും ഇങ്ങനൊരു പേഴ്സണാലിറ്റി മാറിയിട്ടുണ്ട്? നിക്കാഹ് കഴിഞ്ഞ ടൈമിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാറ്റം വന്നിരുന്നു. അപ്പൊ എങ്ങനായിരുന്നു അത് മാറ്റം പറഞ്ഞാല് നിക്കാഹ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങള് കാക്കുന്റെ ഫാമിലിയില് ഫാമിലി പോയി തിരിച്ചു വന്നപ്പോ ഭയങ്കര പ്രഷറും ഇന്ന റോട്ടിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. റോഡിൽ പോയി പകുതി വരെ പോയി. അതേമാതിരി എന്തോ കച്ചറ കഴിങ്ങാണ്ട് വാക്കിൽ ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് ഇന്ന റോട്ടിലിറക്കി. കാക്കുവിന്റെ വഴിക്കും പോയി ഇന്ന അവിടെ ആക്കിങ്ങാണ്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചു എടുക്കാൻ വേണ്ടി. അങ്ങനെ ചെറിയ മനസ്സറിയും